ഉത്രാടമാണ്, മറ്റന്നാൾ തിരുവോണം. സദ്യവട്ടങ്ങൾ വാങ്ങേണ്ടത് നാളെയാണ്. അച്ചാർ ഉൾപ്പെടെ പലതും തയ്യാറാക്കുകയും വേണം. മറ്റന്നാളാണ് തിരുവോണ സദ്യ. നിങ്ങൾ എത്ര പേർക്ക് അറിയാം കൃത്യമായ സദ്യവട്ടങ്ങൾ? ഓരോ കറികൾക്കുമുണ്ട് ഓരോ പ്രത്യേകതകൾ. അത് വിളമ്പുന്ന രീതിക്കുള്ള ചിട്ടവട്ടങ്ങളുണ്ട്. അത് കഴിക്കുന്നതിനുമുണ്ട് ചില മുൻഗണനകൾ. ഇല ഇടുന്നത് എങ്ങനെ, സദ്യ കഴിക്കുന്ന രീതി എങ്ങനെ എന്നൊക്കെ നമ്മളോട് സംസാരിക്കുകയാണ്. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് ഡോക്ടർ MP പവിത്രയാണ്. കോളേജ് അധ്യാപികയാണ്. സ്വാഗതം പവിത്ര ന്യൂസ് 3യിലേക്ക്. നമസ്കാരം. നമ്മൾ സദ്യ കഴിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും ഈ സദ്യ എങ്ങനെ കഴിക്കണം, കൃത്യമായി കഴിക്കണമെന്നറിയാത്ത ഒരുപാട് പേർ നമ്മൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഉത്രാട തലേന്ന് സദ്യ ഒരുക്കുന്ന കാര്യത്തിലും അതിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കാനാണ് താങ്കളെ അതിഥിയായി ക്ഷണിച്ചത്. വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആദ്യം എങ്ങനെയാണ് സദ്യ വിളമ്പേണ്ടത് എന്നതിൽ നിന്ന് തുടങ്ങാം. അതിനൊരു ഓർഡർ ഉണ്ടല്ലോ അല്ലേ? അത് വെറുതെ അങ്ങ് വിളമ്പുകയല്ല. ഉണ്ടറിയണം ഓണം എന്നാണല്ലോ പഴഞ്ചൊല്ല്. അപ്പൊ തന്നെ നമ്മള് നിലത്ത് തഴപ്പായ വിരിച്ചിട്ട് അതിൽ ചമ്രം പടിഞ്ഞിരുന്ന് ഇടതുവശത്ത് ഇലയുടെ നാക്ക് വരുന്ന വിധത്തിലാണ് തൂശനില വെക്കേണ്ടതെന്നാണ് പറയാറ്. പപ്പടം ഇലയുടെ ഏറ്റവും ഇടതുവശത്തായിട്ടാണ് വിളമ്പുക. അതിന്റെ മുകളിലായിട്ട് പഴം, പപ്പടത്തിന്റെ വലതുവശത്തായിട്ടാണ് ഉപ്പ് വെക്കുന്നത്. പിന്നെ ഇടതുവശത്ത് അതിന് താഴെ ഭാഗത്തായിട്ട് കായ വറുത്തത്, ശർക്കര വരട്ടി, അങ്ങനെയാണ് ഉപ്പേരികള് വിളമ്പാറുള്ളത്. പിന്നെ ഇലയുടെ ഇടത്ത് നിന്ന് വലത്തേക്ക് പിന്നീട് വിളമ്പേണ്ട ഉപ്പിലിട്ടത്, അതായത് അച്ചാറുകൾ നമ്മൾ പറയില്ലേ, സാധാരണയായിട്ട് 3 കൂട്ടം ഉപ്പിലിട്ടതാണ് വിളമ്പ. പിന്നെ ഓലൻ, കിച്ചടി, പച്ചടി, അവിയൽ, തോരൻ എന്നിവ വിളമ്പും. ചിലയിടങ്ങളിൽ എരിശ്ശേരി ഉണ്ടാവും. കറികൾ വിളമ്പിയതിന് ശേഷം കറികളുടെ നടുവിലായിട്ടാണ് ചോറ് വിളമ്പുന്നത്. അപ്പൊ ചോറ് വിളമ്പിയതിന് ശേഷമാണ് ഒഴിച്ചു കറികൾ ഓരോന്നായി വിളമ്പുന്നത്. ആദ്യം നെയ്യും പരിപ്പും. വള്ളുവനാടൻ ഭാഗത്തുള്ള ഓണസദ്യയിൽ നിന്ന് വ്യത്യാസമാണ് തെക്കൻ കേരളത്തിലെ ഓണസദ്യ. എങ്കിലും ഓണം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരുമയുടെ, സ്നേഹത്തിന്റെ മധുരം വിളമ്പുന്ന ആഘോഷം തന്നെയാണല്ലോ. അപ്പൊ ആദ്യം വിളമ്പിയ ചോറിനെ 2ആയി പകുത്തിട്ട് അതിന്റെ വലത്ത് പകുതിയിൽ പരിപ്പ് ഒഴിക്കും. പിന്നെ അതിന്റെ മുകളിലെ നെയ്യ്. അതിനുശേഷം ചിലർ അതിൽ പപ്പടം പൊടിച്ചു ചേർത്ത് കഴിക്കും. പരിപ്പ് ഒഴിച്ച് ചോറുണ്ടതിന് ശേഷം മറ്റേ പകുതിയിൽ സാമ്പാർ ഒഴിക്കും. മലബാർ മേഖലയിലാണെങ്കിൽ തേങ്ങയും മല്ലിയും വറുത്തരച്ചാണ് സാമ്പാർ ഉണ്ടാക്കുക. എന്നാൽ തെക്കൻ കേരളത്തിൽ ആ രീതിയല്ല. ഓരോ കറി വിളമ്പുമ്പോഴും ചോറ് വിളമ്പുന്ന രീതി വടക്കോട്ടില്ല. പക്ഷെ തെക്കൻ കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു പതിവ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ചോറും പ്രധാന കറികളും തോരനും പായസവും ആവശ്യമനുസരിച്ച് ഒരു വട്ടം കൂടിയേ വിളമ്പുള്ളൂ എന്നുള്ളതാണ് ഓണസദ്യയുടെ ഒരു എണ്ണം. 2ആം വട്ടം വിളമ്പുന്ന ചോറിനൊപ്പമാണ് പുളിശ്ശേരി, കാളൻ തുടങ്ങിയവ വിളമ്പുന്നത്. അതായത് ദേശീയഭേദങ്ങളുണ്ട്. വടക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്ത് ഓണസദ്യ, അതില് ഇപ്പൊ തിരുവനന്തപുരം ഭാഗങ്ങളിലാണെങ്കിൽ ബോളി നിർബന്ധമാണ്. ബോളിയിൽ പാൽപായസം ബോളിയിൽ ഒഴിച്ചിട്ടാണ് പ്രഥമൻ കഴിക്കുക. പക്ഷെ വടക്ക് ഭാഗത്ത് വരുമ്പോൾ ബോളി അങ്ങനെ പ്രധാന ഒരു വിഭവമായിട്ട് മാറുന്നില്ല. പിന്നെ പായസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അടപ്രഥമൻ, പരിപ്പ് പ്രഥമൻ ഇവയാണ് പ്രധാനപ്പെട്ട പായസങ്ങള്. ഇലയുടെ നടുവില് പായസം ഒഴിച്ച് അതിനെ പഴം ചേർത്ത് കഴിക്കുന്ന ആളുകളുണ്ട്. ചില സ്ഥലങ്ങളിൽ പായസത്തിന്റെ കൂടെ പപ്പടം പൊടിച്ച് കഴിക്കും. പിന്നെ ഏറ്റവും ഒടുവിൽ പച്ചമോര് വിളമ്പും. അതായത് പായസത്തിന്റെ മധുരം തലയിൽ കയറി മത്ത് പിടിക്കാതിരിക്കാനാണ് ഈ പുളിയുള്ള പച്ചമോര് വിളമ്പുന്നതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും ഒക്കെ ചേർത്ത് വിളമ്പുന്ന ആ സംഭാരം കുടിച്ചാൽ ദഹനം എളുപ്പമാവുന്നുള്ള ഒരു ഗുണം കൂടിയുണ്ട്. അതുപോലെ നമ്മുടെ ഓണസദ്യ തന്നെ തൂശനില വെട്ടിയിട്ടുള്ള ഓണസദ്യയിൽ ചൂട് ചോറ് വിളമ്പുന്ന സമയത്ത് അത് ആരോഗ്യപ്രദമായ ഒരുപാട് ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ് ഓണസദ്യ എന്ന് പറയുന്നത്. ഓണസദ്യയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഭവങ്ങൾ തന്നെ വളരെയധികം പോഷകം നിറഞ്ഞതാണ്. ശരീരത്തിനെ അറിഞ്ഞ് ദഹന വ്യവസ്ഥയുടെ താളങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു വ്യക്തിക്ക് ഒരു ദിവസം കിട്ടേണ്ട എല്ലാ പോഷകങ്ങളും വളരെ അതിന് സമഞ്ജസമായ ചേരുവയായിട്ടാണ് ഓണസദ്യയിൽ അടങ്ങിയിരിക്കുന്നത്. അതാണ് ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു. കാരണം നമ്മൾ മലയാളികൾക്കല്ലാതെ ബാക്കി എല്ലാവർക്കും ഈ സദ്യ വിളമ്പുന്നതും സദ്യയുടെ ആ ഇലയും കാണുമ്പോൾ ഭയങ്കര ഹെവിനെസ് ഫീൽ ചെയ്യും. ഇത് എങ്ങനെ കഴിച്ചു തീർക്കും, ഇത് എവിടെ നിന്ന് തുടങ്ങും എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ മലയാളികൾക്ക്, താങ്കൾ പറഞ്ഞതുപോലെ കുറേ ആളുകൾക്ക് ഇത് അറിയാം, ഇതിൻ്റെ ഒരു ഓർഡർ അറിയാം. പക്ഷെ ഇത് എന്തിനാണ് അങ്ങനെ ആ ഓർഡറിൽ കഴിക്കുന്നത് എന്നുള്ളതിലൊക്കെ ഒരു സംശയം കാണും.
ഇപ്പൊ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്തുനിന്ന് തുടങ്ങാം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു ബാലൻസിങ് ഉണ്ടല്ലോ നമ്മുടെ രുചികളുടെ, മധുരം, എരിവ്, പുളി, അതിൻ്റെയൊക്കെ ഒരു ബാലൻസിങ് ഈ സദ്യയിൽ തന്നെ കാണാം നമുക്ക്. ഇപ്പോൾ ഡെസേർട്ട് പോലെ അവസാനം നമ്മൾ പായസം കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു അതെങ്ങനെയാണെന്ന് ബാലൻസ് ചെയ്യുന്നതെന്ന് കൂടി അതിനെക്കുറിച്ച് കൂടി പറയാമോ? ഓരോ കറികളുടെയും ബാലൻസിങ്ങിനെ കുറിച്ച് പറയാമോ? അതായത് ഈ വിഭവസമൃദ്ധമായിട്ടുള്ള നമ്മുടെ ഓണസദ്യയില് എരിവ്, പുളി, ഉപ്പ്, മധുരം, കയ്പ്, ചവർപ്പ് എന്നിങ്ങനെയുള്ള 6 ഷഡ്രസ പ്രധാനമായിട്ടുള്ള സദ്യയാണ്. 6 രസങ്ങളുടെയും വ്യക്തമായിട്ടുള്ള ചേർച്ച കൊണ്ടുണ്ടാക്കുന്ന ആ ഒരു സ്വാദ്, ആ രുചി നമ്മളെ ഓണസദ്യയിലേക്ക് ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. പിന്നെ വടക്കൻ കേരളം തൊട്ട് തെക്കൻ കേരളം വരെയുള്ള ഭാഗങ്ങളില് ഈ പറയുന്ന രുചിയുടെ ഈ ചേരുവകളിൽ, അതായത് വ്യത്യസ്തമായ ചേരുവകൾ, ഒരേ വിഭവങ്ങൾ തന്നെ. ഇപ്പൊ ഉപ്പേരി എന്നും നമ്മൾ പറയുന്നത്, അതായത് വടക്കൻ കേരളത്തിൽ പറയുന്നത് മെഴുക്ക് വരട്ടിയാണ്, തെക്കൻ കേരളത്തിൽ അറിയപ്പെടുന്നത്. അവിടെ ഉപ്പേരി എന്ന് പറയുന്നത് ശർക്കര വരട്ടിയാണ്. അങ്ങനെ പല വിഭവങ്ങളും സമാനമാണെങ്കിലും അവയ്ക്ക് പേരിന് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ സ്വാദിന്റെ അളവ്, ചേരുവകൾക്ക് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഓണസദ്യയിലെ പ്രധാനപ്പെട്ട വിഭവങ്ങള് എരിവ് കുറഞ്ഞ ഈ പരിപ്പ് കറിക്കൊപ്പം എരിവ് കൂടിയ കൂട്ടുകറിയോ അവിയലോ തോരനോ നമ്മൾ കഴിക്കാറുണ്ട്. അതുപോലെ എരിവ് കൂടിയ സാമ്പാറിനൊപ്പം കഴിക്കാനുള്ളതാണ് തൈര് ചേർത്ത കിച്ചടിയും മധുരക്കറി, പൈനാപ്പിൾ പച്ചടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പായസത്തിന്റെ മധുര കൂടുതൽ വായ ചൊടിപ്പിക്കുകയാണെങ്കിൽ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ അച്ചാറ്, പുളിയിഞ്ചിയൊക്കെ തൊട്ട് കൂട്ടുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ദഹനം എളുപ്പമാവാനും ഏറ്റവും അധികം അവസാനമായിട്ട് ദഹനം എളുപ്പമാവാൻ പച്ചമോര് കുടിക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ താളക്രമത്തെ അനുസരിച്ച് ശാസ്ത്രീയമായിട്ടും അത് ശരീരത്തിന് ഗുണം ചെയ്യുന്നു. അതുപോലെ രുചിയുടെ ഒരു പൂക്കാലം തന്നെ നമ്മുടെ നാവിൻ തുമ്പിൽ വിരിയിക്കുക എന്ന ദൗത്യം കൂടി ഓണസദ്യക്ക് നിർവഹിക്കാനുണ്ടെന്നാണ് എനിക്ക് തോന്നാറ്. ശ്രീമതി പവിത്ര, നമ്മൾ പണ്ട് അല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പ് വരെയൊക്കെ ഒരു കല്യാണത്തിന് സദ്യയെക്കുറിച്ച്, സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൊള്ളാമെന്ന് പറയുന്നത് ചിലപ്പോൾ പായസത്തിന്റെ എണ്ണം വെച്ചിട്ടായിരിക്കും. 3 കൂട്ടം പായസം ഉണ്ടായിരുന്നു, 2 പായസം ഉണ്ടായിരുന്നു, ഒറ്റ പായസം ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെയായിരിക്കും. പക്ഷെ അത് മാറിയിട്ട് ഈ പറഞ്ഞ വിഭവങ്ങൾ അല്ലാതെ പുതിയ വിഭവങ്ങൾ, ഇപ്പം പരിപ്പുവട അടക്കമുള്ള കാര്യങ്ങൾ സദ്യയിൽ ഇടം പിടിച്ചിരിക്കുന്നു. നമ്മൾ കാണാത്ത പല വിഭവങ്ങളും സദ്യയിലേക്ക് വന്നിരിക്കുന്നു. അതൊക്കെ ഏതെങ്കിലും രീതിയിൽ ഇതിനെയൊക്കെ ബാധിക്കുമോ? നമ്മുടെ ഈ പറഞ്ഞ ബാലൻസിങ്ങിനെ ബാധിക്കുമോ? അല്ല, അപ്പൊ ഇലയുടെ ഇരുഭാഗത്തുമായിട്ട് ഇപ്പൊ നമ്മള് ഓണസദ്യ തുടങ്ങുന്ന സമയത്ത് മുകളിൽ നിന്ന് വേണം വിളമ്പി തുടങ്ങാൻ. അതുപോലെ ഓണസദ്യയുടെ രാജ്യമാണ് ശർക്കര വരട്ടി എന്ന് പറയാറുണ്ട്. അതുപോലെ വലിയ പപ്പടം നിർബന്ധമാണ്. അപ്പോ വടയും പരിപ്പ് വടയും ഒക്കെ വെച്ചാലും അതും അതൊരു പുതുമകൾ എപ്പോഴും നമ്മള് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലം തന്നെ പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പൂക്കളങ്ങൾ പോലും ഇൻസ്റ്റന്റ് ആയിട്ട് വാങ്ങാൻ കിട്ടുന്ന, വീട്ടിലുള്ള നന്ദ്യാർവട്ടോ പിച്ചിയോ തുളസിയോ ഒക്കെ നമ്മൾ പൂക്കളങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലത്തെ മറികടന്ന് വിപണിയില് നമ്മൾ പൈസ കൊടുത്ത് പൂ വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കുറെ പേര് നമ്മൾ എത്തി. എന്നാലും നമ്മൾ അതിന്റെ പൂക്കളത്തിനെ നമ്മുടേതായ രീതിയിൽ ആഘോഷങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ മാറ്റത്തെ നമ്മൾ സ്വാഗതം ചെയ്തേ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ രുചിയുടെ മാറ്റങ്ങളും പുതുരുചികൾ തേടാനുള്ള പ്രേരണയായിട്ട് ഓണത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നു, അല്ലെങ്കിൽ ആസ്വാദ്യകരമാക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു താങ്കൾ പറഞ്ഞതിൽ ചില കാര്യങ്ങൾ അത് പലർക്കും അറിയില്ല. ഈ ചൂട് ചോറ് വാഴയിലയിൽ വിളമ്പുമ്പോൾ ഉണ്ടാകുന്ന, നമുക്ക് ഹെൽത്തി ആയിട്ട് കിട്ടുന്ന ചില കാര്യങ്ങളെ കുറിച്ച് കൂടി താങ്കൾ പറഞ്ഞു ശാസ്ത്രീയമായി. അതുപോലെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, സദ്യ ഉണ്ടാക്കുമ്പോൾ ഈ അളവുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടോ? അതും ഈ അവിയലൊക്കെ വ്യത്യാസമാണ്. അങ്ങോട്ട് കുറച്ചുകൂടി മധ്യ കേരളത്തിലെ അവിയലല്ല കണ്ണൂരിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അവിയലിന്റെ ടെക്സ്ചർ മാറും. അങ്ങനെ പല പല മാറ്റങ്ങളുണ്ടല്ലോ. ഈ തെക്കൻ കേരളത്തിലാണെങ്കിൽ അവിയല് നാളികേരവും അതായത് തേങ്ങയും തൈരും കൂടി അരച്ചിട്ട് ജീരകവും കൂടി അരയ്ക്കുന്നു. എന്നാൽ പിന്നെ കുറച്ചുകൂടി തിരുവനന്തപുരം ഭാഗങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ പുളിവെള്ളമാണ് തൈരിന് പകരം പിഴിഞ്ഞു ചേർക്കുന്നത്. ഓരോരുത്തരുടെയും ഓരോ ദേശീയ ഭേദങ്ങള് രുചിഭേദങ്ങളെ സ്വാധീനിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ആളുടെ വലതുവശം ചേർന്ന് ഇലയുടെ മുറിഭാഗം വരണം, തൂശൻ ഭാഗം അല്ലെങ്കിൽ തലഭാഗം ഇടതുവശത്താവണം. അങ്ങനെ
നിഷ്കർഷയുണ്ട്. ഓരോ സ്ഥലത്ത് ഇല മടക്കുന്ന രീതി, ചിലത് മുൻഭാഗത്ത് നിന്ന് പുറകിലേക്ക് മടക്കും, ചിലത് പുറകിൽ നിന്ന് മുൻഭാഗത്തേക്ക് മടക്കും. അപ്പോ ദേശീയഭേദങ്ങള് ആചാരങ്ങളെയും സ്വാധീനിക്കുന്നു എങ്കിലും സ്നേഹം, ഒരുമ, സ്നേഹത്തിന്റെ ഉത്സവം കൂടിയാണല്ലോ ഓണം. പിന്നെ അവിയലിന്റെ കാര്യം പറഞ്ഞ പോലെ ഓരോ കറികൾക്ക് ഓരോ ഐതിഹ്യമുണ്ട്. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട അവിയല് എന്ന് പറയുന്ന ഓണത്തിലെ വിഭവം, സദ്യയിലെ പ്രധാന ആകർഷണമായിട്ടുള്ള വിഭവം ഒരുപാട് പച്ചക്കറികള് ചേരുവ ചേർന്നിട്ടാണ്. അപ്പൊ പണ്ട് മഹാഭാരത കാലത്ത് വിരാട രാജധാനിയിലെ ഭീമസേനൻ പിന്നെ പാചകക്കാരനായി നിൽക്കുന്ന സമയത്ത് ഉണ്ടാക്കിയതാണ് അവിയലെന്ന് ഐതിഹ്യം പറയുന്നു, ചിലര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയല്ല, സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്ത് തിരുവിതാംകൂറിലെ എരിയമ്മൻ തമ്പിയാണ് ബാക്കി വന്ന പച്ചക്കറി കൊണ്ട് അവിയൽ ഉണ്ടാക്കാൻ പ്രേരകമായത് എന്നും ആ സ്വാദ് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അത് പിന്നീട് പല വിധത്തില് ഉപയുക്തമാക്കി എന്നും ഒക്കെ പല പല കേട്ടുകേൾവികളാണ്. പക്ഷെ രസകരമായിട്ടുള്ള പല കഥകളും. അതേപോലെ സാമ്പാർ എന്ന് പറയുന്ന വിഭവം ഓണക്കാലത്ത് നമ്മുടെ ഒക്കെ അല്ലെ, എല്ലാ ഇഡ്ഡലിക്കൊപ്പം നമുക്ക് എപ്പോഴും സാമ്പാർ കഴിക്കുന്ന സാമ്പാർ തമിഴ്നാട്ടിൽ നിന്നാണ്, തഞ്ചാവൂരാണ് അതിന്റെ ഉത്ഭവം എന്നാണ് പറയുന്നത്. കാരണം മഹാരാഷ്ട്രക്കാരനായിട്ടുള്ള മഹാരാജാവിന് പിന്നെ അദ്ദേഹത്തിന്റെ തഞ്ചാവൂർക്കാരനായിട്ടുള്ള പാചകക്കാരൻ ഉണ്ടാക്കി കൊടുത്ത വിഭവം അന്ന് കുംകി എന്ന് പറയുന്ന ആ പുളി കിട്ടാത്തപ്പോ നമ്മുടെ വാളൻ പുളി പിഴിഞ്ഞൊഴിച്ച് സാമ്പാർ ഉണ്ടാക്കി, അങ്ങനെയാണ് എന്നും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ വിഭവങ്ങൾ. അതുപോലെ പാൽപായസം വളരെ നിർബന്ധമാണ് ഓണക്കാലത്ത്. പിന്നെ അത് വെണ്മയുടെ, ശുഭ്രതയുടെ പ്രതീകമാണ്. അത് സത്യവും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ പുലരുന്ന സമത്വത്തിന്റെ പൂവിളി ഉണർത്തുന്ന ആ മധുരമായിട്ടുള്ള ആ പൊന്നോണ നാളില് ഇത്തരത്തിലുള്ള ഓരോ വിഭവങ്ങൾക്കും അതിൻ്റെതായ കൗതുകകരമായ കഥകളായിരിക്കാം. പക്ഷെ കഥകൾ കേൾക്കാനും അത് പറയാനും എപ്പോഴും താല്പര്യപ്പെടുന്ന ഒരു ജനവിഭാഗമാണല്ലോ മലയാളികളുടേത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കൊച്ചു കൊച്ചു രസകരമായിട്ടുള്ള കൗതുകം കലർന്ന കഥകളും രുചി ഭേദങ്ങളെ സമ്പന്നമാക്കുന്നു എന്നെനിക്ക് തോന്നാറുണ്ട്. തീർച്ചയായിട്ടും ആ കഥകൾ കേൾക്കാൻ ഞങ്ങൾക്ക് കൂടുതൽ ആഗ്രഹമുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു തർക്കം എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തൊട്ടടുത്ത ആളുമായിട്ട് നടക്കുന്നതാണ്, ഇല എങ്ങോട്ട് മടക്കണം, ഇങ്ങോട്ടേക്കാണോ? ചിലർ പറയും ഇങ്ങോട്ടേക്കാണ്, ഇനിയും വേണം, ഇനിയും ഭക്ഷണം കിട്ടണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് മടക്കണം. ചിലർ പറയും ഇല്ല അങ്ങോട്ടേക്ക് മടക്കണം, അതാണ് തൃപ്തി എന്നൊക്കെ പറയും. അപ്പോൾ അതിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. നമുക്ക് അതിലേക്ക് വിശദമായിട്ട് വരാം. ഒരു ചെറിയ ഇടവേള എടുത്തിട്ട് ഇതിലേക്ക് തന്നെ മടങ്ങിയെത്തും. നമ്മൾ ഓണസദ്യയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന. കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ, ശാസ്ത്രപരമായും കൗതുകമുണർത്തുന്ന കഥകളും ഒക്കെ നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ MP പവിത്രയാണ്. ശ്രീമതി പവിത്ര, നമ്മൾ നേരത്തെ ഞാൻ ചോദിച്ചതുപോലെ ഇല മടക്കുന്നതിൽ തുടങ്ങുമ്പോൾ തൊട്ടുള്ള തർക്കം, ഇത് ഏത് തൊട്ട് തുടങ്ങണം എന്നുള്ളത് അവസാനിക്കുമ്പോൾ ഇല മടക്കുന്നതിൽ വരെ വന്ന് നിൽക്കും. ഈ സത്യത്തിൽ ഇല എങ്ങോട്ടേക്കാണ് മടക്കേണ്ടത്? അങ്ങനെ, അതായത് ഓരോ പ്രദേശത്തിന്റെയും വ്യത്യാസം അനുസരിച്ച് നമുക്ക് രണ്ടു തരത്തില് മുന്നിൽ നിന്ന് പിൻഭാഗത്തേക്കും അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലേക്കും ചെയ്യുന്ന, അത് ഓരോരോ ദേശീയഭേദങ്ങൾ അനുസരിച്ച് അത് മടക്കുന്ന രീതിയിലും വ്യത്യാസം വരും. അതുപോലെ സദ്യ വിളമ്പുന്നതിന് കഴിക്കുന്നതിന് നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെതായിട്ടുള്ള ചിട്ടകൾ ഉണ്ടല്ലോ. അപ്പൊ ഇലയിൽ ഇടുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ആളുടെ വലതുവശം ചേർന്നാണ് ഇലയുടെ മുറിഭാഗം വരേണ്ടത് എന്ന് പറയാറുണ്ട്. അത് തൂശൻ ഭാഗം അഥവാ തലഭാഗം വരേണ്ടത് ഇടതുവശത്താണെന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയില് വള്ളുവനാട് ഭാഗങ്ങളില് ഓണസദ്യയുടെ സമയത്ത് ചെയ്യുന്നത്. പിന്നെ ഇലയുടെ ഇടതുഭാഗത്തായിട്ട് മുകളിൽ നിന്ന് വേണം കറികൾ വിളമ്പി തുടങ്ങാൻ എന്ന് പറയും. ഇപ്പൊ ചിലര് തഴപ്പായ വിരിച്ചാണ് ഇരിക്കാറുണ്ട്. പണ്ട് പായ വിരിച്ചിരുന്ന് നിലത്തിരുന്ന് സദ്യ ഉണ്ടെന്നു. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. എല്ലാം മാറുന്ന കാലത്ത് നമ്മൾ മാറ്റങ്ങളെയും സ്വീകരിക്കണമല്ലോ. അപ്പൊ നമ്മള് പൊതുവിൽ ഇപ്പൊ മലയാളികളൊക്കെ തന്നെ നിലത്തിരിക്കുന്നത് വളരെ അപൂർവമായിട്ട് മാറിയിരിക്കുന്നു നമ്മളുടെ ഭക്ഷണ മേശയ്ക്ക് സമീപം. പക്ഷെ കുടുംബാംഗങ്ങളൊക്കെ ഒരുമിച്ചിരിക്കുമ്പോ എങ്ങനെ ഇരിക്കുന്നു എന്നതല്ല, അവരുടെ സ്നേഹവും ആ ഒരുമയും ഒത്തൊരുമയും ആ കൂട്ടായ്മയും എത്ര ദൂരെയാണെങ്കിലും ഓണം നമ്മളെ പൂവിളികൾ കൊണ്ടും പൂക്കളം കൊണ്ടും പൂഗന്ധം കൊണ്ടും നിറഞ്ഞ സന്തോഷം കൊണ്ടും മോഹിപ്പിക്കുന്ന ഒരു അനുഭവം തന്നെയാണല്ലോ. ആ ഒത്തൊരുമയുടെ സമത്വം പുലരണം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിന്റെ എള്ളോളം പൊളിവചനമില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തില് കള്ളവും ചതിയുമില്ലാത്ത സമത്വത്തോടെ സമൃദ്ധമായ വസന്തകാലത്തിന്റെ ആഗമനത്തെ കുറിക്കുന്ന ഒന്നുകൂടിയാണല്ലോ ഓണം വസന്തോത്സവം കൂടിയാണ്. കാർഷിക വിളകള് അതിൽ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൂടുതൽ കേരളത്തില് കാണുന്ന കേരം, തേങ്ങ, നാളികേരം വളരെ എല്ലാ വിഭവങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നേന്ത്രക്കായ അല്ലെങ്കിൽ ഏത്തക്കായ എന്ന് തെക്കൻ ഭാഗത്ത് പറയും.
ആ നേന്ത്രപ്പഴം അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്, കാളൻ ഉണ്ടാക്കുന്നു, പഴപ്രഥമൻ ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരേ ലഭ്യമായിട്ടുള്ള ആ സമയത്ത് കിട്ടുന്ന കാർഷിക വിളയുടെ പരമാവധി ഉപയോഗം, മണ്ണും മനുഷ്യനും തമ്മിലുള്ള സ്നേഹത്തിന്റെ, പാരസ്പര്യത്തിന്റെ, ഒരുമയുടെ ഒരു സല്ലയനം കൂടി ഓണം നമുക്ക് കാഴ്ചവെക്കുന്നുണ്ട്. ശരി. ഈ ഇലയിട്ടുണ്ണണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇലയിൽ വിളമ്പുന്ന പുതിയ പുതിയ സാധനങ്ങളെ കുറിച്ച്, പുതിയ പുതിയ വിഭവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ ഈ ക്ഷമിക്കണം, ഈ നോൺ വെജ് സാധനങ്ങൾ, നോൺ വെജ് നമ്മൾ എപ്പോഴും സദ്യയിലേക്ക് കൊണ്ടുവരുന്നത് തെക്കൻ കേരളത്തിൽ പതിവില്ല. സദ്യയിൽ നോൺ വെജോ എന്ന് നമ്മൾ ചോദിക്കും. പക്ഷേ നോൺ വെജ് ഇല്ലാതെ സദ്യയില്ല എന്ന് പറയുന്ന ഒരു കൂട്ടരുമുണ്ട്. അപ്പൊ നോൺ വെജും സദ്യയും കൂടി എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? അത് നേരത്തെ പറഞ്ഞതുപോലെ വയറിന് ഒരു ബാലൻസ് ഉണ്ടാവുമല്ലോ, അതിനെ താളം തെറ്റിക്കുമോ? ഇല്ല, മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഓണസദ്യ പൂർണ്ണമായും വെജിറ്റേറിയൻ ആണെങ്കിലും വടക്കൻ കേരളത്തിലെ ചില ഭാഗങ്ങളില് ഓണസദ്യക്ക് മീൻ കറി ഉണ്ടാവും, ചിലയിടത്ത് ചിക്കൻ കറി ഉണ്ടാവും. അത് ഓരോ ദേശീയ ഭേദങ്ങളാണ്. അപ്പോ കൂടുതൽ ഓരോ നമ്മുടെ കാർഷിക സംസ്കൃതിയുടെ ഭാഗമായിട്ട് കൂടുതൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിഭവങ്ങളുടെ ഉപയോഗത്തോടൊപ്പം തന്നെ ഇപ്പൊ തീരദേശ പ്രദേശത്ത് അവർക്ക് മീനും ഒക്കെയാണ് കൂടുതലായിട്ട് ലഭിക്കുക. അപ്പൊ എന്തായാലും ഉണ്ടറിയണം ഓണം എന്നാണല്ലോ ചൊല്ലുക. അപ്പൊ ആ ഓണം എന്ന് പറയുന്നത് ഏത് ഭക്ഷണം കഴിച്ചാലും എവിടെയായിരുന്നാലും ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ ആ പിന്നെ സ്നേഹം പൂക്കൾ പോലെ പ്രഫുല്ലമായിട്ട് വിടരുന്നുണ്ടെങ്കിൽ അതാണല്ലോ നമ്മളെ ഒരുമയുടെ പാതയിലേക്ക് നയിക്കുന്നത്. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ ഒരു സമൃദ്ധി, ഒരു നിറമാണ് ഈ ഓണസദ്യ എന്നുള്ളതിന്റെ ഒരു പ്രതീകം കൂടിയാണ്. ആർക്കും അല്ലലില്ലാതെ കഴിഞ്ഞു പോകണം, നിറയെ ഭക്ഷണം കിട്ടണം, വയറ് നിറച്ച് കഴിക്കണം, അതിന്റെയൊക്കെ പ്രതീകമാണ് സദ്യ എന്ന് തോന്നുന്നു. താങ്കളുടെ ഓണത്തെ കുറിച്ച് കൂടി പറയൂ. പ്രാധാന്യം ഓണം ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. മഹാബലി പറയുന്നുണ്ട്, തുമ്പപ്പൂവ് ബാക്കിയുള്ള എല്ലാ പൂക്കളും ചമഞ്ഞൊരുങ്ങി നിൽക്കുന്ന സമയത്ത് വൈലോപ്പിള്ളിയുടെ കവിത തന്നെയുണ്ടല്ലോ. അപ്പൊ അതില് ബാക്കി പൂക്കളെല്ലാം അഹങ്കാരത്തോടെ ചമഞ്ഞൊരുങ്ങി നിറപ്പകിട്ടോടെ മഹാബലി മന്നനെ വരവേൽക്കാൻ നിൽക്കുന്ന സമയത്ത് വിനയത്തോടെ ഒഴിഞ്ഞു മാറി നിന്ന ആ തുമ്പപ്പൂവിനെയാണ് മഹാബലി ഇഷ്ടപ്പെട്ടത്. ആ എളിമയുടെ ആ ലാളിത്യത്തിന്റെ ആ ശുഭ്രതയുടെ ആ കൊച്ചു പൂവിനെയാണ് മഹാബലി നെറുകയിൽ ചൂടിയത്. അപ്പൊ അത്രയധികം ഓണത്തിന് പ്രാധാന്യം തുമ്പപ്പൂവിനുണ്ട്. അപ്പോ തുമ്പക്കുടങ്ങളുടേത് കൂടിയാണ് ഓണം. വലിയവനും ചെറിയവനും എന്ന ഭേദമില്ലാതെ, വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ നമ്മൾ ഇന്നും തുടരുന്നത് അങ്ങനെയാണ്. സ്നേഹത്തിന്റെ, ഒത്തൊരുമയുടെ, സന്തോഷത്തിന്റെ ഒക്കെ ഒരു ലയമാണ് ഓണത്തെ ചേതോഹരമാക്കുന്നത്. എങ്ങനെയാണോ ഒരു മാലയിൽ മുത്തുകൾ കോർക്കുന്നത്, അതേപോലെ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പാരസ്പര്യത്തിന്റെയും മുത്തുകൾ കോർക്കപ്പെടുന്ന സമയത്ത് ഈ വടക്കൻ കേരളത്തിലെയോ തെക്കൻ കേരളം എന്നുള്ള എല്ലാ ഭേദങ്ങളും മാഞ്ഞുപോയി നാം ഒന്നായി കേരളീയർ എന്നുള്ള ഒരൊറ്റ കുടക്കീഴിൽ നിരക്കാൻ ഓണം നമ്മെ സഹായിക്കുന്നുണ്ട്. ഓണക്കളികളായാലും പിന്നെ ഓണസദ്യ ആയാലും ഓണക്കോടികളുടെ നെറുംഗന്ധമായാലും പൂക്കളങ്ങളായാലും ഒക്കെ തന്നെ എല്ലാവരെയും ഈ വസന്തോത്സവം എന്നതിലപ്പുറം ഈ ശ്രാവണത്തിന്റെ ഏറ്റവും ഭംഗിയുള്ള ഒന്നായിട്ട് തിരുവോണം മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അത് നമ്മൾ കൃത്യമായി ഇങ്ങനെ പറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഓണമല്ലേ എന്ന് പറഞ്ഞ് അതിനെ, ആ ബുദ്ധിമുട്ടുകളെയും പ്രതിസന്ധികളെയും നമ്മുടെ ദുഃഖങ്ങളെയും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഓണമല്ലേ, നമുക്ക് ഒന്നിച്ച് നിൽക്കാം, അല്ലെങ്കിൽ ഒന്നിച്ച് മുന്നോട്ട് പോകാം, നമുക്ക് അങ്ങനെ പോകാം എന്നൊരു പോസിറ്റീവ് ഒരു കാര്യം അത് ഓണത്തിനുണ്ട് എന്നുള്ളതാണ്. താങ്കളുടെ ഓണത്തെക്കുറിച്ചായിരുന്നു ഞാൻ ചോദിച്ചത്. താങ്കളുടെ ഓണം എവിടെയാണ്, എങ്ങനെയാണ്? ഞാൻ എന്റെ വീട്ടിലും, അതായത് എന്റെ ഭർത്താവിനോടൊന്നിച്ചും അത് കഴിഞ്ഞ് എന്റെ വീട്ടിലും രണ്ട് സ്ഥലത്തായിട്ടാണ് ഓണം ആഘോഷിക്കുന്നത്. അതുപോലെ ഓണത്തിന് ഒരു ഓണസദ്യ ഒരുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് മാറുന്ന ഈ കാലത്ത് ഇപ്പൊ ഇൻസ്റ്റന്റ് പായസം ഉണ്ട്. പഴയ കാലത്താണെങ്കിൽ അട ഈ വാഴയിലയിൽ അണിയാന്നാണല്ലോ അതിന് പറയാം. അരിമാവ് അടക്കി പരത്തുന്നതിനേക്കാളും കുറച്ചുകൂടി കനം കുറഞ്ഞ് അണിഞ്ഞ് അതിനെ നന്നായിട്ട് പിന്നെ കെട്ടിയിട്ട്, ആ വാഴയിലേക്ക് കെട്ടിയിട്ടിട്ട് തിളക്കുന്ന വെള്ളത്തില് ഇട്ടിട്ട് അതിനെ വേവിച്ചെടുക്കും. അതിനുശേഷം അട കൊത്തിയെടുക്കുക എന്നാണ് പറയാ. ഇപ്പൊ നമ്മൾ മാറുന്ന സമയത്ത് അതിനൊന്നും സമയമില്ല. പക്ഷെ നമ്മുടെ ഈ പഴമയുടെ പഴയ രുചികൾക്ക് അങ്ങനെ തന്നെ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന സമയത്ത്, അങ്ങനെ അടപ്രഥമൻ ഉണ്ടാക്കുന്ന സമയത്ത്, അതുപോലെ തേങ്ങാപ്പാലില് നമുക്കിപ്പോ ഇൻസ്റ്റന്റ് ആയിട്ട് തേങ്ങാപ്പാലിന്റെ പൊടികൾ കിട്ടും, അല്ലെങ്കിൽ പിഴിഞ്ഞെടുത്ത ടിന്നിൽ അടച്ച പാല് കിട്ടും. അതിനേക്കാളും നമ്മുടെ വീട്ടിലുള്ള തേങ്ങ ചിരകി അതിനെ പിഴിഞ്ഞ് പാലെടുത്തുണ്ടാക്കുന്ന പായസവും ഈ പായസവും തീർച്ചയായിട്ടും ഞാൻ പരീക്ഷിച്ചവരാണെന്ന നിലയിൽ സ്വന്തം
നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ ആ നമ്മുടെ വിയർപ്പിന്റെ ഒരു ഇതുകൂടി അതിൽ തീർച്ചയായിട്ടും കലരും. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും ഓണം ഒരുമയുടേതാണ്. ഒന്നിച്ച് ഇരുന്ന് പച്ചക്കറിയൊക്കെ ഒന്നിച്ചിരുന്ന് കട്ട് ചെയ്ത് തേങ്ങ ഒരാൾ ചിരകി അങ്ങനെ മൊത്തത്തിലൊരു കൂട്ടായ്മയുടെ ഉത്സവം കൂടിയാണ് ഓണം. എന്തായാലും താങ്കൾക്ക് ഓണാശംസകൾ നേരുകയാണ്. ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ വളരെ രസകരമായി പറഞ്ഞു തന്നതിന് താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് വളരെ നന്ദി. എല്ലാവർക്കും നിറഞ്ഞ സ്നേഹത്തോടെ ഓണം ആശംസിക്കുന്നു. ന്യൂസ് 3യുടെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.